പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണമായത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതിൻ്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുതലെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻഡിവിജ്വൽ ഓരോരുത്തരും അതിനെ മുതലെടുത്തുകൊണ്ടിരിക്കുക ഇപ്പോഴും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പിമാരെല്ലാം കൂടെ കേന്ദ്രത്തിൽ അമിത്ഷായെ പോയി കണ്ടു. എവിടെ? ഓപ്പൺ ഹാർട്ട് പ്രിയങ്ക ഗാന്ധിയുമായിട്ട്. ഓപ്പൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ തുറന്ന് പറയുകയും കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ഒരു സ്ത്രീ. അവരുമായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ആളാണല്ലോ, അവളുമായിട്ട് അമിത്ഷായെ പോയി കണ്ടു. പ്രിയങ്ക അമിത്ഷായോട് കാര്യങ്ങൾ വിശദീകരിച്ച് അമിത്ഷാ പറഞ്ഞു, ഞാൻ പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം. പിറ്റേ ദിവസം തന്നെ ഏതായാലും ഒരു മനുഷ്യനോട് കാര്യം പറഞ്ഞാൽ അവനൊരു കാര്യം നോക്കാതെ റെക്കോർഡുകളൊന്നും പരിശോധിക്കാതൊന്നും പറയാനൊക്കെ. പിറ്റേ ദിവസം തന്നെ അമിത്ഷാ അതിനുള്ള മറുപടി കൊടുത്തു. അതൊന്നും കാണാതെയാണോ കെ സി വേണുഗോപാൽ പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും കൊണ്ട് കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം വയനാട് പുനരധിവാസത്തിനായി കേരള സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള സന്നദ്ധ കർണാടക തെലങ്കാന സർക്കാർ അറിയിച്ചതായി AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ MP. കർണാടക തെലങ്കാന സർക്കാരുകൾ പ്രഖ്യാപിച്ച വീടുകൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുവാൻ പോലും കേരള സർക്കാർ ആയിട്ടില്ല. ഇരു സർക്കാരുകളും നിരന്തരം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ ഇവരുമായി ആശയവിനിമയം പോലും നടത്തിയിട്ടില്ല. അത് ശരി, നല്ലത് തന്നെ, നല്ലൊരു അറിവാകുന്നു. എന്നാൽ കെ സി വേണുഗോപാലിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കർണാടകയും തെലങ്കാന സർക്കാർ കേരള സർക്കാരുമായിട്ട് ഇങ്ങനെയുള്ള ആവശ്യം അവർ പറഞ്ഞു, അതിന് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു റെക്കോർഡ് കൂടി നിനക്ക് കാണിക്കരുതോ? അതെവിടെ നിനക്ക്? നീ വാഗോട്ട് ഉടുപ്പിച്ചാൽ മതിയോ? അല്ല, നീ അതിനുള്ളൊരു പ്രൂഫ് തെലങ്കാന സർക്കാരും കർണാടക സർക്കാരും കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു ലെറ്റർ നീ അതിന് പ്രൊഡ്യൂസ് ചെയ്യേ. അപ്പോൾ കേരളത്തിലെ ആൾക്കാർ അതിന് പ്രതികരിക്കും കേരള സർക്കാരിനോട്. നിന്നൊക്കെ എവിടെ വിശ്വസിക്കാനാ? മാവേലിക്കലെന്ന് ജയിച്ച് തിരിഞ്ഞു എല്ലാ വലിയ ബുക്കും അച്ചടിച്ച് ഇലക്ഷന് മുമ്പ് എല്ലാ വീടുകളിലും കൊടുത്തു. അതിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി. അത് നിൻ്റെയൊക്കെ എവിടുന്നാ? നിൻ്റെ പോക്കറ്റും ചിലവാക്കിയതാണോ? അതുപോട്ടെ, അത് ഞാൻ ചോദിക്കുന്നത്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് വല്ലതും കാര്യം നീ ചെയ്തോ? ഇവിടെ മാവേലിക്കൽ നിന്ന് ജയിച്ചിട്ട് ആ സ്ഥലത്ത് പിന്നെ വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ട്. അവരുടെ പുറകെ പോയതല്ലാതെ ഏതെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? പോട്ടെ, എന്നാൽ നീയൊക്കെ വാചം അടിക്കേണ്ട വേണ്ടത് ഇതിനുള്ള തെളിവുകൂട് വേണം. തെളിവുണ്ടെങ്കിൽ നീ ഒരു MP ആണ്, കേരളത്തിലെ MP ആണ്, നീ അതിന് വേണ്ടുന്ന നടപടിയെടുക്കാൻ വേണ്ട. അല്ലാതെ പേപ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രമല്ല. നീ പിന്നെ ഈ MP സ്ഥാനം എടുത്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് കഴിവില്ല, പോയി വേറെ പണി നോക്ക്. MP സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. കേരള സർക്കാർ ഇങ്ങനെ കർണാടകയും തെലങ്കാന സർക്കാരും ഇങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന പ്രൂഫുണ്ട്. ആ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നീ കോടതിയെ സമീപിക്ക്. എന്താ നിൻ്റെ കോൺഗ്രസ് സർക്കാരിന്, കോൺഗ്രസ് പാർട്ടിക്ക് കാശില്ലയോ? നിങ്ങൾക്ക് മറ്റുള്ള കാര്യത്തിൽ പോകാനും കാശുണ്ടല്ലോ. പേപ്പറിൽ വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. നീയൊക്കെ സുഖമായി ജീവിക്കുന്നു. മക്കളെ, നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ പിടിച്ചു പോയി മനുഷ്യരെ വിട്ടേക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇവിടെ കർണാടക, തെലുങ്കാനയോ ആര് വന്ന് പറഞ്ഞാലും എന്ത് നടന്നാലും കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ. ഇതൊന്നും നീയൊന്നും സോൾവ് ചെയ്യത്തില്ല, നീയൊക്കെ വാചകടിച്ച് നടക്കത്തേ ഉള്ളൂ. കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ഏതെല്ലാം കമ്പനികൾ ഇവിടുന്ന് വിട്ടുപോയി, ഏതെല്ലാം കാര്യങ്ങൾ ഇപ്പോഴും ഓരോരോ കുടിശ്ശിക നിമിത്തം ഓരോ കമ്പനികൾ ബാധ്യത ഏറ്റെടുക്കുക. കോടികളുടെ നഷ്ടം 5 വർഷമായിട്ട്. നേരത്തെ നല്ല ലാഭത്തോടെ ഇരുന്ന കമ്പനികൾ ഇന്ന് നഷ്ടത്തിലോടുന്നു. എന്തുകൊണ്ട്? അതൊക്കെ ന്യൂസ് നിങ്ങളും വായിക്കുകയും നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ അന്വേഷിക്കണം. കേരളത്തിൽ നന്നാക്കാനാണ് നീയൊക്കെ അങ്ങോട്ട് പോയത്, അല്ലാതെ വേറൊന്നുമില്ല. കേരളത്തിലെ കാര്യം നിങ്ങൾ നോക്ക്. കേരളത്തിലെ ഈ കമ്പനികൾ ഇപ്പോൾ തന്നെ ഒരു കേബിൾ കമ്പനി 260 കോടിയുടെ നഷ്ടത്തിലാണ് പോകുന്നത്. 5 വർഷത്തിന് മുമ്പ് ലാഭത്തിലോടിയ കമ്പനിയാണ്. അപ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ ഇത്രേ പ്രായമുള്ളൂ. ഒരു കമ്പനി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കമ്പനിക്ക് മൂലധനമുണ്ട്. അതുകൊണ്ട് അവരങ്ങോട്ട് ജോലി പ്രവർത്തനം ആരംഭിച്ചാൽ അതിൻ്റെ ലാഭത്തിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അല്ലാതെ ഗവൺമെൻറ് കൊടുത്തല്ല പിന്നെ മുന്നോട്ട് പോകുന്നത്. KC വേണുഗോപാൽ പോയി പ്രിയങ്കയുടെ അടുത്ത് പറഞ്ഞാൽ മതി.